ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഒരു രോഗത്തെ ഫലപ്രദമായി ചികിത്സിക്കണമെങ്കിൽ ആദ്യം അത് കൃത്യമായി കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ രോഗനിർണയം ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. ഈ രോഗനിർണയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് മെഡിക്കൽ ഇമേജിംഗ് അഥവാ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ശരീരത്തിനുള്ളിലെ അവയവങ്ങളുടെയും അസ്ഥികളുടെയും മറ്റ് ഘടനകളുടെയും വ്യക്തമായ ചിത്രങ്ങൾ എടുക്കുകയും രോഗനിർണയത്തിന് സഹായകരമാകുന്ന രീതിയിൽ അവ തയ്യാറാക്കുകയും ചെയ്യുന്നതാണ് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സിലൂടെ MRI, CT സ്കാൻ, അൾട്രാസൗണ്ട്, എക്സ്റേ തുടങ്ങിയ ആധുനിക മെഡിക്കൽ ഇമേജിംഗ് ഉപകരണങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കാനും രോഗികളെ പരിശോധനയ്ക്കായി ശരിയായ രീതിയിൽ തയ്യാറാക്കാനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഉയർന്ന നിലവാരത്തിലുള്ള മെഡിക്കൽ ചിത്രങ്ങൾ എടുക്കുവാനും ആവശ്യമായ പ്രായോഗിക പരിശീലനം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. 4 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണിത്. 3 വർഷത്തെ പഠനവും 1 വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പുമാണ് ഇതിലുള്ളത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ 50% മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷകൾ അയക്കാം. BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിക്കായി ആകെ 83 സീറ്റുകളിലേക്കാണ് LBS വഴി അഡ്മിഷൻ നടക്കുന്നത്. അതിൽ 3 ഗവൺമെൻറ് കോളേജുകൾ ഉൾപ്പെടെ 9 കോളേജുകളാണുള്ളത്. ഇനി കഴിഞ്ഞ വർഷത്തെ LBS അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം ഓരോ കോളേജുകളിലും എത്ര ഇൻഡെക്സ് മാർക്കിലാണ് അഡ്മിഷൻ നടന്നതെന്നും അതോടൊപ്പം ഓരോ വിഭാഗത്തിൻ്റെയും അവസാന കട്ട് ഓഫ് ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നും നമുക്ക് നോക്കാം. LBSൽ BSc ഇമേജിംഗ് ടെക്നോളജിക്കായി 3 കോളേജുകളിലായി 30 ഗവൺമെൻറ് സീറ്റുകളാണുള്ളത്. ആദ്യത്തെ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അവിടെ ആകെ 10 സീറ്റുകളാണുള്ളത്. അതിൽ 5 സീറ്റുകളിലാണ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്നത്, അതും ഹൈ ഇൻഡെക്സ് മാർക്കുകളിൽ. ഏറ്റവും അവസാന അഡ്മിഷൻ ലഭിച്ച സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് മാർക്ക് 299.17 ആണ്. അതേ ഇൻഡെക്സ് മാർക്കിലാണ് മുസ്ലിം വിഭാഗത്തിലെ അഡ്മിഷനും നടന്നിട്ടുള്ളത്. ഈഴവയിൽ 294.17, SCയിൽ 285 ഇൻഡെക്സ് മാർക്കിലും അഡ്മിഷൻ നടന്നു. 2 സീറ്റുകളിലേക്ക് EWS വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ നടന്നിട്ടുണ്ട്. 292.5, 287.5 ഇൻഡെക്സ് മാർക്കുകളിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അടുത്തത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അവിടെയും 10 സീറ്റുകൾ തന്നെയാണുള്ളത്. 4 സീറ്റിലാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്നത്. ലാസ്റ്റ് അഡ്മിഷൻ നടന്ന സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് 297.5. ഈഴവയിൽ 14ാമത്തെ അലോട്ട്മെൻറ്റിലാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 293.33 ഇൻഡെക്സ് മാർക്ക്. VKയിൽ 291.67, EWSൽ 288.83, ധീവരയിൽ 265, STയിൽ 255.83, PWDയിൽ 255. ഇത്രയും ഇൻഡെക്സ് മാർക്കിലാണ് ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഇനി 10 സീറ്റുകളുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ഇവിടെ മുഴുവൻ ഇൻഡെക്സ് മാർക്കുമുള്ളവർക്ക് മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയത്. മുസ്ലിം മെറിറ്റിൽ 299.17, ബാക്ക്വേഡ് ക്രിസ്ത്യൻ 276.67, KU വിഭാഗം 275.01, KN വിഭാഗം 248.33, PWD 240. ഇത്രയും അഡ്മിഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അടുത്തത് പ്രൈവറ്റ് കോളേജുകളിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റുകൾ പരിശോധിക്കാം. അമല കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, അവിടെ 10 സീറ്റുകളാണുള്ളത്. അതിൽ 6 സീറ്റുകളിലാണ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ നിന്ന് അഡ്മിഷൻ നടന്നത്. ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് സ്കോർ 289.17 ആണ്. ഇവിടെ SCയിൽ 2 അഡ്മിഷനുകളാണ് നടന്നത്. 282.5 ഇൻഡെക്സ് സ്കോറിനും 270 ഇൻഡെക്സ് സ്കോറിനും. അടുത്ത കോളേജ് BP മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ്. ഇവിടെയും 10 സീറ്റുകൾ തന്നെയാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് 293.34. BH കാറ്റഗറിയിൽ 261.67, KU കാറ്റഗറിയിൽ 257.43, KN കാറ്റഗറിയിൽ 244.17, BX കാറ്റഗറിയിൽ 273.34 എന്നീ ഇൻഡെക്സിലാണ് ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 8 സീറ്റുകളുള്ള ശ്രീ ഗോകുലം കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് ആണ് അടുത്തത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിലെ അവസാന അഡ്മിഷൻ നടന്നത് 239.17 ഇൻഡെക്സ് മാർക്കിലാണ്. അതും 23ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഈ അഡ്മിഷൻ നടന്നത്. ഈഴവ വിഭാഗത്തിലും മുസ്ലിം വിഭാഗത്തിലും 287.5 ഇൻഡെക്സ് മാർക്കിലാണ് അഡ്മിഷൻ നടന്നത്. LCയിൽ 268.33 ഇൻഡെക്സ് മാർക്കിന് അഡ്മിഷൻ നടന്നു. KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, അവിടെ 10 സീറ്റുകളാണുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം LBSലൂടെ അവിടെ 13 സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടന്നു എന്നാണ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ 10 സീറ്റുകൾക്ക് ശേഷം 3 സീറ്റുകളിലേക്കാണ് പിന്നീട് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്നത്. അതും സ്പോട്ട് അഡ്മിഷൻ സമയത്താണ് ഇത് നടന്നിരിക്കുന്നത്. 220.84, 232.5, 235.83 എന്നീ ഇൻഡെക്സ് മാർക്കിലാണ് ഈ അഡ്മിഷൻസ് നടന്നിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 290.83 ഇൻഡെക്സിനും ഈഴവ വിഭാഗത്തിൽ നിന്ന് 290, 289.17 എന്നീ ഇൻഡെക്സ് മാർക്കുകളിലും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. SCയിൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത് 275 ഇൻഡെക്സ് മാർക്കിനാണ്.
അടുത്തത് ലിസി കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. അവിടെ ആകെ 5 സീറ്റുകൾ മാത്രമാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിലെ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് 286.66. മുസ്ലിം വിഭാഗത്തിൽ 281.67 ഇൻഡെക്സിനും LC വിഭാഗത്തിൽ 281.66 ഇൻഡെക്സ് മാർക്കിനും ഇവിടെ അഡ്മിഷൻ നടന്നിട്ടുണ്ട്. അടുത്തത് മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഇവിടെ ആകെ 10 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം നടന്ന അഡ്മിഷൻ 14ാമത്തെ അലോട്ട്മെൻറ്റിലാണ്. 281.67 ഇൻഡെക്സ് മാർക്കിനാണ് ആ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. വിശ്വകർമ്മ വിഭാഗത്തിൽ 280.01, BH വിഭാഗത്തിൽ 280, ധീവര വിഭാഗത്തിൽ 253, ST വിഭാഗത്തിൽ 209.17 എന്നീ ഇൻഡെക്സ് മാർക്കുകളിലാണ് ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കോളേജുകളുടെയും സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. ഫുൾ മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് 299.17 അവസാന സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക്. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 297.33, BB മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസിൽ 293.34, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 289.17, ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ 286.66, മലബാർ മെഡിക്കൽ കോളേജിൽ 281.67, ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് 231.17, KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ 220.84. ഓരോ കോളേജുകളിലും ഈ ഇൻഡെക്സ് മാർക്കുകളിലാണ് സ്റ്റേറ്റ് മെറിറ്റ് അവസാനിച്ചിരിക്കുന്നത്. 3 ഗവൺമെൻറ് കോളേജുകളിലും സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് വളരെ ഉയർന്ന നിലയിലാണ് കാണുന്നത്. അതുപോലെ 220.84 KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലാണ് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് സ്കോർ വന്നിരിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ അഡ്മിഷൻ നടക്കാത്ത സീറ്റുകളിലേക്ക് LBSന്റെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വഴി കുട്ടികളെ അഡ്മിറ്റ് ചെയ്തതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് ശരിയാവണമെന്നില്ല. അതെന്തായാലും സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് അഡ്മിഷൻ നടന്ന ആ 3 സീറ്റുകളിലേക്കും ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് EWS കാറ്റഗറിയുടെ കട്ട് ഓഫാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് 288.33, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് 287.50 എന്നീ ഇൻഡെക്സ് മാർക്കുകളിലാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 281.67 ഇൻഡെക്സ് മാർക്കാണ് ഈഴ വിഭാഗത്തിൻ്റെ ഏറ്റവും താഴ്ന്ന കട്ട് ഓഫായി കാണിച്ചിരിക്കുന്നത്. 287.50, 289.17 ഇൻഡെക്സ് മാർക്കുകളിലും ഈഴ വിഭാഗത്തിൻ്റെ അഡ്മിഷൻ നടന്നിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിൻ്റെ ഏറ്റവും താഴ്ന്ന കട്ട് ഓഫായി വന്നിരിക്കുന്നത് 281.67 ഇൻഡെക്സ് മാർക്കാണ്. ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 287.50, 289.16 ഇൻഡെക്സ് മാർക്കുകളിലും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. BH വിഭാഗത്തിൽ നിന്ന് ആകെ 2 അഡ്മിഷനാണ് നടന്നിരിക്കുന്നത്. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 280 ഇൻഡെക്സ് മാർക്കിനും BB മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസിൽ 261.67 ഇൻഡെക്സ് മാർക്കിനുമാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. LC കാറ്റഗറിയിൽ 2 അഡ്മിഷൻസാണ് നടന്നിരിക്കുന്നത്. ലിസി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ 281.66 ഇൻഡെക്സ് മാർക്കിനും ശ്രീ ഗോകുലം കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ 268.33 ഇൻഡെക്സ് മാർക്കിനും. ഇത് BX കാറ്റഗറിയാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 276.67 ഇൻഡെക്സ് മാർക്കിനും BB മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസിൽ 173.34 ഇൻഡെക്സ് മാർക്കിനും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. KU കാറ്റഗറിയിൽ നിന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 275.01 ഇൻഡെക്സ് മാർക്കിനും BB മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസിൽ 257.49 ഇൻഡെക്സ് മാർക്കിനും അഡ്മിഷൻ നടന്നു. ഇവരെ കാറ്റഗറിയിൽ നടന്നിരിക്കുന്ന അഡ്മിഷൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് 265 ഇൻഡെക്സ് മാർക്കിനും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 253 ഇൻഡെക്സ് മാർക്കിനുമാണ്. വിശ്വകർമ്മ കാറ്റഗറിയിൽ അഡ്മിഷൻ നടന്നത് 2 സീറ്റിലേക്കാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് 291.67 ഇൻഡെക്സിനും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 280.01 ഇൻഡെക്സ് മാർക്കിനുമാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 248.33, BB മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസിൽ 244.17 ഇൻഡെക്സ് മാർക്കിലാണ് KN വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. SC വിഭാഗത്തിൽ നിന്ന് 3 സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് 285 ഇൻഡെക്സ് മാർക്കിനും KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ 275 ഇൻഡെക്സ് മാർക്കിനും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 270 ഇൻഡെക്സ് മാർക്കിനുമാണ് ഈ അഡ്മിഷൻസ് നടന്നിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം 255.83, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ 209.17 എന്നീ 2 അഡ്മിഷൻസാണ് ST കാറ്റഗറിയിൽ നടന്നിരിക്കുന്നത്.
ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നത് നല്ല ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇൻഡെക്സ് സ്കോർ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ 1-2 കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ളതല്ലാതെ നല്ല ഇൻഡെക്സ് സ്കോർ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ അഡ്മിഷൻസ് എല്ലാം നടന്നിരിക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ്റെ സമയം വരെ കാത്തിരുന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് ഒരു ഭാഗ്യപരീക്ഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡെക്സ് മാർക്കുകൾ പരിശോധിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് സ്കോർ അനുസരിച്ച് ഈ വർഷം അഡ്മിഷൻ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാലും നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ നമുക്കിത് ഉപകരിക്കും. അതുപോലെ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ മറ്റ് അഡ്മിഷൻ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. നന്ദി.